ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ഇന്ന് ആഗ്രയിൽ ഇറങ്ങും. ഞങ്ങൾ ചുമ്മാ പുതച്ചു മൂടിയും അതുപോലെ ജാക്കറ്റ് ഇട്ടിരിക്കുന്നതല്ല, നല്ല തണുപ്പുണ്ടായിരുന്നു പുറത്ത്. ഡൽഹി എത്തിയപ്പോൾ തൊട്ട് നല്ല തണുപ്പുണ്ട്, പക്ഷെ പുറത്ത് നല്ല വെയിലാണെങ്കിലും നല്ല തണുപ്പുണ്ടായിരുന്നു. ഇത് ഫുള്ള് വീറ്റിൻ്റെ പാടങ്ങളാണ് മൊത്തം. അങ്ങനെ ഞങ്ങൾ ഫൈനലി ആഗ്ര സ്റ്റേഷനിൽ ഇറങ്ങി. സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ ഫുൾ വെപ്രാളായിരുന്നു, ഇതായിരിക്കും എവിടെയായിരിക്കും ഇറങ്ങുന്നത് അങ്ങനെയൊക്കെയുള്ള ഇതായിരുന്നു. അങ്ങനെ ഇവിടെ ഇറങ്ങി. ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റൂമിലോട്ട് പോകണമായിരുന്നു. അതിന് ടാക്സിയും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അവിടുത്തെ സ്റ്റേഷൻ മാനേജർ അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടാക്സിയുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരും. അവിടുന്ന് തന്നെ ചെയ്തിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം പുറത്തൊക്കെ നമുക്ക് അത്ര വിശ്വസിക്കാനായിട്ടും ഒന്നും പറ്റില്ല. നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ 100 ആൾക്കാരുണ്ടാവും. ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ പൊതിഞ്ഞു. കാരണം ടാക്സിയിലുള്ള ഇന്ന റേറ്റാന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടായിരുന്നു. അതിലൊരാളാണിത്. എന്താ നമ്മുടെ വിളിച്ചുകൊണ്ട് പോകാൻ ഞങ്ങൾ അയാളുടെ അടുത്തുനിന്ന് മാറി മാറി പോകുമ്പോൾ അയാൾ പുറകെ വരുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നിങ്ങൾക്കും അങ്ങനെ പോകണമെങ്കിൽ അവിടെ നിന്നുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് മാക്സിമം പോകാണ്ടിരിക്കുക. കാരണം അതൊന്നും നമുക്ക് അത്ര വിശ്വസിച്ച് പോകാൻ പറ്റുന്നതല്ല. അവിടുത്തെ സ്റ്റേഷനിൽ തന്നെ നമുക്ക് ചോദിച്ച് പറഞ്ഞ് നമുക്ക് അവർ തന്നെ ടാക്സി അറേഞ്ച് ചെയ്ത് തരും. അതിനകത്ത് പോകുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ സേഫ് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോന്ന് ആഗ്രയിൽ തന്നെ റൂം എടുത്തു. റൂമൊക്കെ ആയാലും നല്ലതായിരുന്നു, നല്ല നീറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബാത്റൂം ആണെങ്കിലും നല്ലതൊക്കെ ആയിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു. എഗ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ചിക്കനൊക്കെ ഓർഡർ ചെയ്താലും എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ എഗ് ബിരിയാണി ഓർഡർ ചെയ്തു. വന്നൊന്ന് കുളിച്ച് ഫ്രഷ് ആയപ്പോഴാണ് കുറച്ചൊക്കെ ഒരു സമാധാനമായത്. അത് കഴിഞ്ഞ് നല്ലൊരു ഉറക്കം ഉറങ്ങി. ഞങ്ങൾ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും ചെറിയൊരു വാക്കിന് വേണ്ടി ഇറങ്ങി. മെയിനായിട്ട് ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് താജ്മഹൽ. ഇതൊക്കെ അതിൻ്റെ ഒരു ചെറിയൊരു ഗേറ്റ് വേ ആയിട്ട് വരും. അപ്പം ഞങ്ങൾക്ക് നാളെ രാവിലെ തന്നെ താജ്മഹലിലേക്ക് പോകേണ്ടതാണ്. അപ്പം അതിന് മുമ്പ് ഞങ്ങൾ മറ്റേ വഴിയും കാര്യങ്ങളൊക്കെ ഒന്ന് നേരത്തെ കൂട്ടി സെറ്റാക്കി വെച്ചതാണ്. ഇനിയിപ്പം നമുക്ക് രാവിലെ തന്നെ കൺഫ്യൂഷനൊന്നും ഇല്ലാണ്ട് പോവാമല്ലോ. പിന്നെ കുറച്ച് രാത്രിത്തേക്കുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് ഞങ്ങൾ ജസ്റ്റ് താജ്മഹലിൻ്റെ ഗേറ്റ് നോക്കി. അവിടെയൊക്കെ ഫുൾ ക്ലോസ്ഡാണ്, അല്ലാണ്ടൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളും ഒക്കെ ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ റൂമിലോട്ട് തന്നെ പോന്നു. അതിന് മുമ്പ് ഞങ്ങൾ കുറച്ച് അവിടുത്തെ പാർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് ആണ് പോകുന്നത് കേട്ടോ. നൈറ്റൊക്കെ ഇവിടെ നല്ല ഭംഗിയാണ് കേട്ടോ. കാരണം താജ്മഹലിലേക്ക് പോകുന്ന വഴിയിൽ ഫുള്ള് സ്ട്രീറ്റ് ഫുഡിൻ്റെ ഐറ്റംസും അതുപോലെ എല്ലാ കാര്യങ്ങളും ഈ വഴി തന്നെ ഉണ്ട്. അപ്പോൾ ഇന്ന് വേറെ പരിപാടികളൊന്നുമില്ല, രാവിലെ തന്നെ താജ്മഹലിലേക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.